നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ്. നമ്മളിത് ഇതിൻ്റെ തിയറിയും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുമ്പോൾ അതൊക്കെ പഠിച്ചു പോയതാണ്. ജസ്റ്റ് അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കമ്പ്യൂട്ടേഷനാണ്. അപ്പോൾ ആറ്റംസിൻ്റെ തിയററ്റിക്കൽ അല്ലെങ്കിൽ മെറ്റാലിക് സോളിഡ്സിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ അതിൻ്റെ തിയററ്റിക്കൽ ഡെൻസിറ്റി നമുക്കറിയാം റോ ആണല്ലോ ഡെൻസിറ്റിയും അതിൻ്റെ അറ്റോമിക് വെയിറ്റും അതുപോലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, ഇതിൻ്റെ റിലേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു ഇക്വേഷനാണ്. റോ ഈക്വൽ ടു NA/VCNA, where N is equal to number of atoms associated with each unit cell. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ യൂണിറ്റ് സെല്ലിലും ഉള്ള നമ്പർ ഓഫ് ആറ്റംസ്. നമുക്കറിയാം ഒരുപാട് ടൈപ്സ് യൂണിറ്റ് സെൽ ഉണ്ടല്ലേ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ഇസ് ദർ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ഈസ് ദർ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ഈസ് ദർ, ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ക് സ്ട്രക്ചർ ഈസ് ദർ. സോ ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ക് പറയുമ്പോൾ അതൊരു ഹെക്സഗണൽ ഷേപ്പ് ആണല്ലേ അതിൻ്റെ യൂണിറ്റ് സെൽ വരുന്നത്. ബട്ട് അതർ യൂണിറ്റ് സെൽസ് ആർ ഓൾ ക്യൂബിക് സ്ട്രക്ചേർഡ് യൂണിറ്റ് സെൽസ് ആണ് വരുന്നത്. അപ്പോൾ ക്യൂബിക് സ്ട്രക്ചേർഡ് യൂണിറ്റ് സെൽസിന്റെ പ്രോബ്ലംസ് മാത്രമേ നിങ്ങൾക്ക് അഥവാ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബാണ്, ക്യൂബിന്റെ വോളിയം നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ VC എന്താണ്, വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. സോ മോസ്റ്റ് കേസസിലും എന്താണ്, അത് ക്യൂബായിരിക്കും അതിന്റെ യൂണിറ്റ് സെൽ. സോ ക്യൂബിക്കിന്റെ വോളിയം നമുക്കറിയാം A ക്യൂബ് ആണല്ലേ. സോ VC നമുക്ക് റീപ്ലേസ് ചെയ്ത് A ക്യൂബ് എന്ന് എഴുതാം. നിങ്ങൾ ആദ്യം പഠിച്ചപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചപ്പോൾ നിങ്ങൾ A ക്യൂബ് എന്ന രീതിയിലായിരിക്കും അത് പഠിച്ചിട്ടുണ്ടാവില്ല. And Na is the Avogadro's number. നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് 6.023 into 10⁻23 atoms per mole. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഡെൻസിറ്റി ഓർ തിയററ്റിക്കൽ ഡെൻസിറ്റി റോ ഈക്വൽ ടു Na divided by VC into Na, or Na by A cube into Na, where VC equal to A cube അല്ലെ. യൂണിറ്റ് സെല്ല് ക്യൂബിക് ആകുമ്പോൾ അത് A cube ആയിരിക്കും. സോ നമ്പർ ഓഫ് ആറ്റംസ് അസോസിയേറ്റഡ് വിത്ത് ഈ യൂണിറ്റ് സെൽ എത്രയായിരിക്കും? സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്? സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ ആർക്കാ പറയാൻ പറ്റുമോ? മുക്താസിമ ഒന്ന് പറഞ്ഞേ. മുക്താസിം ഉണ്ടോ? മുക്താസിം. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ആണ് ഉണ്ടാവുക? സിമ്പിൾ ക്യൂബിക്കിൽ എങ്ങനെയാ വരുന്നത്? ഒരു ക്യൂബ് ആണല്ലേ, ആ ക്യൂബിന്റെ എല്ലാ കോർണറിലും ഓരോ ആറ്റംസ് ഉണ്ടാവും, അങ്ങനെയല്ലേ മുക്താസിമേ? എല്ലാ കോർണറിലും ഓരോ ആറ്റം. ഇപ്പൊ നീ ഇരിക്കുന്ന റൂം നീ സങ്കല്പിച്ച് നോക്കുക. അപ്പൊ അതൊരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യിക്കുന്നത് എല്ലാവരുടെ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്ററും നോട്ടും പെന്നും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതില്ലാത്തവർ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കുക. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പൊ നീ ഇരിക്കുന്ന റൂം എന്താണ്, ഒരു യൂണിറ്റ് സെല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ, യൂണിറ്റ് സെല്ലിന്റെ എല്ലാ കോർണറിലും എത്ര കോർണർ ഉണ്ട് റൂമിന്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിന് എത്ര കോർണർ ഉണ്ടാവും? 8 കോർണേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ 8 കോർണേഴ്സിലും ഓരോ ആറ്റംസ് ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഈ യൂണിറ്റ് സെല്ല് പോലെ അതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓരോ യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ നീ ഇരിക്കുന്ന റൂമിന്റെ റൈറ്റ് സൈഡിൽ വേറെ റൂം ഉണ്ടാവും, പുറകിൽ വേറെ റൂം ഉണ്ടാവും, ഫ്രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോരോ റൂം ഉണ്ടാവും അല്ലെ. അതൊരു ലെയർ. അതേപോലെ നീ ഇരിക്കുന്ന മുകളിലത്തെ ഫ്ലോറത്തെ ഒരു ലെയറും ഉണ്ടാവും, താഴത്തെ ഫ്ലോറിന്റെ ഒരു ലെയറും ഉണ്ടാവും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഇരിക്കുന്ന ഒരു റൈറ്റ് മോസ്റ്റ് കോർണറിൽ ഒരു ആറ്റം മാത്രം സങ്കല്പിച്ച് നോക്കുക. ആ ആറ്റത്തിന് എത്ര ക്യൂബോയിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ടാവും? അതിന്റെ മാസ് ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവും, അതിന്റെ വോളിയം അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. നീ ഇരിക്കുന്ന ഫ്ലോറിലെ ഒരു കോർണറിലെ ഒരു ആറ്റം അല്ലെ, ആ ആറ്റം ഏതിനൊക്കെ നിന്റെ റൂമിലേക്ക് കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ടാവും അല്ലെ, നിന്റെ റൈറ്റ് സൈഡത്തെ റൂമിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അതെ, നിന്റെ ഫ്ലോറിൽ അല്ല, നിന്റെ ആ ലെയറിൽ ഫോർ യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? നീ ഇരിക്കുന്ന റൂം, തൊട്ട് റൈറ്റിലുള്ള റൂം, ഈ 2 റൂമിന്റെ ഫ്രണ്ടിലുള്ള റൂം അല്ലെ, അതുമായിട്ടല്ലേ റൈറ്റ് മോസ്റ്റ് കോർണറിലെ അല്ലെ, ടോപ്പ് റൈറ്റ് മോസ്റ്റ് കോർണറിലെ ആറ്റം ഷെയർ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നിന്റെ മുകളിലത്തെ ഫ്ലോറത്തെ റൂമിനുമായിട്ട് ഷെയർ ചെയ്യൂലേ? ശരി, ചെയ്യും. അപ്പൊ മുകളിലത്തെ 4 റൂമും താഴത്തെ 4 റൂമും ടോട്ടൽ 8 റൂമുമായിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ 8 റൂമുമായിട്ട് ഒരു ആറ്റം ഷെയർ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഒരു ആറ്റം ഒരു റൂമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയാണ്? 1/8 ആണല്ലേ. അതിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 1/8 മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ ഒരു റൂമിലേക്ക്
കാരണം 8 റൂമിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു റൂമിലേക്ക് 1/8 പാർട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര ആറ്റംസ് ഉണ്ടാവും ഒരു യൂണിറ്റ് സെല്ലിൽ? 8 ആറ്റംസ് ഉണ്ടല്ലേ? അപ്പൊ ടോട്ടലായിട്ട് 8 ആറ്റം കൂടിയിട്ട് എത്രയായിരിക്കും ഷെയർ വരുന്നത് ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിലേക്ക്? 8 × 1/8 = 1. ശരിയല്ലേ? 1. അപ്പൊ സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ n = 1 ആയിരിക്കും നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമ്മൾ ഓൾറെഡി ഇത് അറിയുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ കേസിൽ എത്രയായിരിക്കും? ആരാളുള്ളത്? ഫർദീൻ ഉണ്ടോ? ഫർദീൻ ഫർദീനെ എത്രയായിരിക്കും ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്? ബോഡി സെന്റേർഡ് ക്യൂബിക്കിൽ എവിടെയൊക്കെ ആറ്റംസ് ഉണ്ടാവില്ലേ? നേരത്തെ പറഞ്ഞ എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ടാവും അല്ലേ? ദർ വിൽ ബി 1 atoms at each corners plus there will be a full atom at the body center. ബോഡി സെന്ററിൽ ഒരു ആറ്റം ഉണ്ടാവും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് എത്ര ആറ്റംസ് ഉണ്ടല്ലോ ടോട്ടലി? നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ഓരോ എഡ്ജിൽ ഓരോ കോർണറിലുള്ള ആറ്റം എത്രയാ ഷെയർ ചെയ്യുന്നത്? 1/8 ആണ് അല്ലേ? അപ്പോൾ 1/8 × 8, അതായത് 1 ആറ്റം അങ്ങനെ വന്നു. അത് കൂടാണ്ട് ബോഡി സെന്ററിൽ ഒരു ആറ്റം കൂടിയിട്ട് 2 ആറ്റംസ് ആണ് വരുന്നത്, ശരിയല്ലേ? ഫേസ് സെന്റേർഡ് ആകുമ്പോൾ FCC സ്ട്രക്ചർ ആണെങ്കിലോ ഫേസ് സെന്റേർഡ് ആകുമ്പോൾ എങ്ങനെ വരുന്ന ആറ്റംസ് എങ്ങനെ വരും? എല്ലാ കോർണറിലും ഓരോ ആറ്റംസ് ഉണ്ടാവും, അത് കൂടാണ്ട് എല്ലാ ഫേസിലും ഓരോ ആറ്റംസ് ഉണ്ടാവും അല്ലേ? ഫേസ് എത്ര ഉണ്ട് ഒരു ക്യൂബിന്? 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 ഫേസിൽ ഓരോ ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഫേസിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ ആയിരിക്കും? ഒന്ന് നമ്മുടെ ഈ റൂമിലും ഒരു കോൺട്രിബ്യൂഷൻ, തൊട്ടപ്പുറത്തെ റൂമിലും ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ? 2 യൂണിറ്റ്സ് എല്ലാം ആയിട്ടായിരിക്കും ഇതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. എന്ന് വെച്ചാൽ 1/2 ഓഫ് 1 യൂണിറ്റ് 1 ആറ്റം ഈസ് കോൺട്രിബ്യൂട്ടഡ് അല്ലേ? ടോട്ടൽ 6 ആറ്റം ആകുമ്പോൾ 6 × 1/2 ടോട്ടൽ 3 അങ്ങനെ കോൺട്രിബ്യൂഷൻ വരും. പ്ലസ് 1/8 ഓഫ് ദി ആറ്റംസ് ഇൻ ദ കോർണർ. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 3 + 1 4 ആയിരിക്കും അതിന്റെ n-ന്റെ വാല്യൂ, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ρ = n × a / Vc × ഓക്കെ. ഇപ്പൊ എല്ലാവരും ഒന്ന് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. ഇപ്പൊ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ. കോപ്പർ ഹാസ് FCC crystal structure. Copper has FCC crystal structure. Determine its density. If the atomic weight is 63.54. If the atomic weight is 63.54 and atomic radius is 1.287 angstrom. എന്താണ് ആങ്സ്ട്രോം എന്ന് വെച്ചാൽ? അതൊരു യൂണിറ്റ് ആണല്ലേ? എന്താണ് അസഫെ അത് കൺവേർട്ട് ചെയ്യാം മീറ്ററിലേക്ക്? മുഹമ്മദ് അസഫ്. അസഫ് എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം മൈക്രോൺ ഉണ്ടല്ലേ, നമ്മൾ പറയും മൈക്രോൺ, മില്ലി, ശരിയല്ലേ? മില്ലിമീറ്റർ, മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺസ് നമ്മൾ പറയും, അല്ലെങ്കിൽ നാനോ എന്ന് പറയും, ശരിയല്ലേ? അതുപോലെ ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻² എത്രയാണ്? 10⁻⁻10 ആണ് ആങ്സ്ട്രോം എന്ന് വെച്ചാൽ. ഓക്കെ, നാനോ എന്ന് വെച്ചാൽ എത്രയാണ്? 10⁻⁻9 അല്ലേ? 10⁻10 അല്ലേ ആങ്സ്ട്രോം എന്ന് വെച്ചാൽ? അപ്പോൾ എന്താണ് 1.287 ആങ്സ്ട്രോം എന്ന് വെച്ചാൽ 1.287 × 10⁻10 മീറ്റർ. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തും പേപ്പറും പെന്നും ഒക്കെ ഉണ്ടല്ലോ, കാൽക്കുലേറ്റർ ഒക്കെ. റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെന്താന്ന് പറയുന്നത്, നമുക്ക് പറയുന്നുണ്ട് എന്താന്ന് നമുക്കറിയുന്ന ഇക്വേഷൻ എന്താന്ന്? ρ = n × a / Vc × na. എന്താണെന്ന് അറിയാം ഇതൊക്കെ. ഓക്കെ, n = നമ്പർ ഓഫ് ആറ്റംസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് യൂണിറ്റ് സെൽ. a അതിന്റെ അറ്റോമിക് വെയിറ്റ്. Vc എന്താണ്? ആ യൂണിറ്റ് സെല്ലിന്റെ വോളിയം. na എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ, കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം.
ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞത്? ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്താണോ? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കോപ്പർ ഹാസ് FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രക്ചർ എന്താണെന്ന് തന്നിട്ടുണ്ട്. FCC ആണ് സ്ട്രക്ചർ. FCC സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാല്യൂ ഓഫ് n വിൽ ബി ഈക്വൽ ടു 4 അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയതാണ് വാല്യൂ ഓഫ് n, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ വിൽ ബി ഈക്വൽ ടു 4. ഓക്കെ, ദെൻ ഡെൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വേറെന്ത് സാധനം തന്നിട്ടുള്ളത്? അതിൻ്റെ അറ്റോമിക് വെയിറ്റ് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. എത്രയാണ്? 63.54 ദാറ്റ് മച്ച് ഗ്രാം പെർ മോൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടെ ചെയ്യണം, ഞാൻ ചോദിക്കും ഫൈനൽ ആൻസർ. പിന്നെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? അറ്റോമിക് റേഡിയസ് ഈസ് 1.287 ആങ്സ്ട്രോം എന്നാണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് R is equal to റേഡിയസ് ഓഫ് ദ ആറ്റം അല്ലെ? അറ്റോമിക് റേഡിയസ് ആറ്റംസ് അത്രയും ചെറുതായതുകൊണ്ടാണ് ഇത് ആങ്സ്ട്രോങ്ങിൽ വരുന്ന യൂണിറ്റ്. അത്രയും മൈക്രോണിന്റെയും താഴെ നാനോന്റെയും താഴെയാണ് അല്ലെ? സോ R is equal to 1.287 ആങ്സ്ട്രോം. എന്താണ് 1.287 ആങ്സ്ട്രോം എന്നാണ്? ഇറ്റ് ഈസ് 1.287 into 10⁻⁻10 മീറ്റർ. ഓർ നമ്മളെപ്പോഴും ഇത് പറയുന്നതൊക്കെ ഗ്രാം പെർ സെന്റിമീറ്ററിലായിരിക്കും നമ്മൾ ഡെൻസിറ്റി പറയുന്നത്. കാരണം രണ്ട് യൂണിറ്റ് ആണ്. SI 2 യൂണിറ്റ് ആണ്. ഗ്രാമിലാന്ന് പറയുന്നത്, കിലോഗ്രാം അല്ല. ഗ്രാം പെർ മോളാണെല്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ദാറ്റ് മീൻസ് 1.287 into 10⁻⁻8 സെന്റിമീറ്റർ അല്ലേ? കാരണം മീറ്ററിന്റെ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ into 10⁻2 എന്ന് വന്നു. അപ്പോൾ അവിടെ എന്തായി? ആറിന്റെ വാല്യൂ 1.287 into 10⁻⁻8 എന്ന് വന്നു. ഓക്കെ, നിങ്ങളപ്പോൾ ഇത് കൂടെ തന്നെ സോൾവ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് യൂണിറ്റ് സെല്ലിൽ വന്നത് നമുക്കറിയാം. എങ്ങനെയാണ്? അപ്പോൾ FCC ക്രിസ്റ്റലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു യൂണിറ്റ് സെൽ എന്തായിരിക്കും? ക്യൂബിക് ആണ് യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് നമുക്കറിയാം. അപ്പൊ ഇതിൽ എവിടെയൊക്കെയാണ് ആറ്റംസ് ഉണ്ടാകുന്നത്? എല്ലാ കോർണറിലും ഉണ്ടല്ലോ ഒരു ആറ്റംസ്. എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ട്. FCC സ്ട്രക്ചർ ആണ്. എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ടാവും. അതുകൂടാണ്ട് എല്ലാ ഫേസസിലും, ഫേസിന്റെ സെന്ററിലും ഓരോ ആറ്റം ഉണ്ടാവും. ലെഫ്റ്റ് ഫേസിൽ ഇതിന് താഴെയുള്ള ഫേസ് അല്ലെ, മുകളിലുള്ള ഫേസ്. അങ്ങനെ 6 ആറ്റംസ് ഫേസ് സെന്ററിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? ആറ്റംസിന്റെ എങ്ങനെയാണ് വരുന്നത്? 8 കോർണർ ആറ്റംസ് ഉണ്ടാവും. ഓരോ ആറ്റംസ് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 1/8 പാർട്ടാണ്. ദാറ്റ് മീൻസ് 1 ആറ്റം വരും. അതുപോലെ തന്നെ 6 ആറ്റംസ് വിൽ ബി ദർ ഇൻ ദ ഫേസ്. 1/2 is the contribution, though we will get 3. That means total the value of n will be equal to 4 അല്ലേ? 1 + 3 ശരിയല്ലേ? സോ നമ്മൾ ഇക്വേഷനിലേക്ക് വരികയാണ്. നമുക്കിപ്പോൾ എല്ലാത്തിനും വാല്യൂ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതൊന്ന് സോൾവ് ചെയ്ത് നിങ്ങൾ ഇക്വേഷനിൽ ഇട്ടിട്ട് എത്രയാന്ന്? റോ ഇസ് ഇക്വൽ ടു n into a ഡിവൈഡഡ് ബൈ VC ആണ്. VCക്ക് വരെ നമുക്ക് എന്താ ചെയ്താൽ a³ എന്ന് എഴുതാം അല്ലേ? a³ into n into a. ദാറ്റ് മീൻസ് NA മീൻസ് അവഗാഡ്രോ നമ്പർ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതിന്റെ വാല്യൂ 4 ആണ്. വാല്യൂ തന്നിട്ടുണ്ട്. n-ന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. ഇനി a³ നമുക്ക് കണ്ടുപിടിക്കണം. എന്താ? നമുക്ക് 6 മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? സോ നമുക്കറിയാം 6ഉം a തമ്മിലുള്ള റിലേഷൻ ഉണ്ട് അല്ലേ? 6ഉം a തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. നമുക്കറിയാം ഫേസ് സെന്റർഡ് ക്യൂബിക്കിന്റെ കേസിൽ ഒരു ഫേസ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? എങ്ങനെയാണ്? അതിന്റെ ഫേസ് സെന്ററിൽ ഒരു ആറ്റം ഉണ്ടല്ലേ?
ദർ ഇസ് എൻ ആറ്റം അറ്റ് ദ ഫേസ് സെന്റർ. തൽക്കാലം ഇത് ഒരു സർക്കിൾ, ഒരു സ്ഫിയർ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഒരു ആറ്റം ഇതിൻ്റെ കോർണറിലുണ്ട്, ഒരു ആറ്റം സെൻറ്ററിലുണ്ട്, അതുകൂടാണ്ട് ഒരു ആറ്റം ആ കോർണറിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയുന്ന ഒരു ഡയമെൻഷൻ എന്താണ്? ഇപ്പോൾ തന്നിട്ടുള്ള എ ആണല്ലേ. എ എന്ന് വെച്ചാൽ ആ യൂണിറ്റ് സെല്ലിൻ്റെ ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയും. യൂണിറ്റ് സെല്ലിൻ്റെ ഒരു എഡ്ജാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് അതിൻ്റെ വാല്യൂ? ദാറ്റ് ഈസ് എ. നമുക്കറിയാം ആറ്റത്തിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് 6 ആണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇത് 2r ആയിരിക്കും അല്ലേ. അതുപോലെ ഇവിടുന്ന് ഇത്രയുള്ള ഭാഗം എത്രയായിരിക്കും? അത് 6 ആയിരിക്കും. അതുപോലെ ഇവിടുന്ന് ഇത്രയുള്ള ഭാഗം എന്തായിരിക്കും? 6 ആയിരിക്കും. ദാറ്റ് മീൻസ് ദ ഡയഗണൽ, ദ വാല്യൂ ഓഫ് ദ ഡയഗണൽ അല്ലേ, ഡയഗണൽ വിൽ ബി ഈക്വൽ ടു, ഡയഗണൽ എത്രയായിരിക്കും? ഈസ് ഈക്വൽ ടു r plus 2r plus r. ദാറ്റ് മീൻസ് 4r. ഓക്കെ, പക്ഷേ ഇഫ് എ ഇസ് ദ എഡ്ജ് ലെങ്ത് ഓഫ് ദ ക്യൂബ്, ദെൻ നമുക്കറിയാം എ ഇസ് ദ എഡ്ജ് ലെങ്ത് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക? ഡയഗണൽ വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? ഡയഗണൽ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എ അല്ലേ. റൂട്ട് ഓഫ് 2 ഇൻറ്റു എ ആയിരിക്കും ഡയഗണലിൻ്റെ വാല്യൂ ഇപ്പോൾ എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? നമുക്കപ്പോൾ കിട്ടുന്നത് 4r ഈസ് ഈക്വൽ ടു റൂട്ട് 2a എന്ന് കിട്ടും. അല്ലെങ്കിൽ r ഈസ് ഈക്വൽ ടു, നമുക്ക് എ ആണ് വേണ്ടത്, എ ക്യൂബ് അല്ല എടുക്കുന്നത്. നമുക്ക് എഴുതാം എ ഈസ് ഈക്വൽ ടു 4/√2 ഇൻറ്റു r. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ 2√2r. ഓക്കെ, സോ ഈ എൻ്റെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നേരത്തെ ഇക്വേഷനിൽ എന് പകരം നമ്മളിപ്പോൾ 2√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും? എൻ്റെ വാല്യൂ നമുക്കറിയാം 4 ആണ്. 4 ഇൻറ്റു എൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അറ്റോമിക് വെയിറ്റ് എത്രയായിരുന്നു? 63.54 അല്ലേ. 4 ഇൻറ്റു 63.54 ഡിവൈഡഡ് ബൈ എ ക്യൂബ്. എൻ്റെ വാല്യൂ നമ്മൾക്ക് ഇപ്പോൾ എത്ര നോക്കിയത്? എ ക്യൂബ് ഈസ് ഈക്വൽ ടു, എ ഈസ് ഈക്വൽ ടു 2√2r. ദാറ്റ് മീൻസ് 2 ഇൻറ്റു √2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയായിരുന്നു? ആറിൻ്റെ വാല്യൂ എത്ര? ഇൻറ്റു 1.287 ഇൻറ്റു 10⁻⁻8 സെൻറ്റിമീറ്റർ അല്ലേ. അത്രയും എത്രയാണ്? എ ക്യൂബാണ് അല്ലേ. എ ക്യൂബാണ്. അത്രയും ക്യൂബ് ഇൻറ്റു എൻ എ വാല്യൂ ഉണ്ട്. എന്താണ് അവഗാഡ്രോ നമ്പർ? 6.023 ഇൻറ്റു 10⁻23. സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. ഞാൻ ചോദിക്കും, നിങ്ങൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. അതിൻ്റെ ആൻസർ എത്രയാണെന്ന് പറഞ്ഞത്? കാർത്തിക് നോക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? കാർത്തിക്, അനിരുദ്ധ്, ലാദിൻ, ഓക്കെ. ഷഹസാദ്, ഓക്കെ. സമ, അസഫ്, ചെയ്യുന്നില്ലേ? ഓക്കെ, ചെയ്ത് നോക്കി. സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഇൻ കേസ് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ആ ഇക്വേഷൻ ആണ്, ആ ഇക്വേഷനിൽ ഇടുന്ന മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. MOSലും FMലൊക്കെ ചെയ്യുന്നല്ലേ. അപ്പോൾ ഈ ക്യൂബൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. 10⁻⁻8 10th പവർ ഓഫ് -8 എല്ലാം വരുമ്പോൾ അതിന്റെ ക്യൂബിക്കാണ് എടുക്കുന്നത്. അതൊന്നും തെറ്റിക്കാണ്ട് ചെയ്യുക. ഇവിടെ 4 × 63.54 എത്രയാ? 254.16 ഡിവൈഡഡ് ബൈ 2√2 × 1.287 × 10⁻⁻8 വരും.
അതിൻ്റെ വാല്യൂ നമുക്ക് 2√2 × 1.287 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.6 സംതിങ് കിട്ടും, 64 എങ്ങാനും കിട്ടും. ദാറ്റ് മച്ച് ക്യൂബ് ഇൻറ്റു 10⁻⁻⁻8⁻³ എന്ന് വെച്ചാൽ 10⁻⁻24 കഴിഞ്ഞില്ലല്ലോ, ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23. ഇവിടെ 10⁻23 ആണ്, ഇവിടെ 10⁻⁻24 ആണ്. കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഒരു 10⁻⁻1 വരും. അത് നമുക്ക് മുകളിലേക്ക് എടുത്താൽ 254.6 ഇൻറ്റു 10, കാരണം താഴെയിലെ 10⁻⁻1 മുകളിലേക്ക് കൊണ്ടുപോയി, ഡിവൈഡഡ് ബൈ 3.64 ഹോൾ ക്യൂബ് ഇൻറ്റു 6.023 എന്ന് കിട്ടും. എത്ര കിട്ടും നോക്കിയ വാല്യൂ? വാല്യൂ കിട്ടും ദാറ്റ് മച്ച് gram/cm³. അതായിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ. 8.98. ഓക്കെ, 8.8ൻ്റെ എത്രയോ അടുത്തുള്ള വാല്യൂ കിട്ടും. ചിലപ്പോൾ 8.7 സംതിങ് ആയിരിക്കും, 8.75 ആയിരിക്കും, 8.8 ആയിരിക്കും. ഓക്കെ, നിയർലി 8 പോയിന്റ് സംതിങ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 8.75. ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ടോ ഇതൊക്കെ? ഞാൻ പറഞ്ഞു ഇതിൽ പ്രോബ്ലംസ് വളരെ കുറവാണ് മെറ്റലർജിയിലുള്ളത്. പക്ഷേ ഇൻ കേസ് പ്രോബ്ലം വന്നാൽ ഇതുപോലത്തെ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു? എന്നിന്റെ വാല്യൂ നമുക്കറിയാം. എന്നിന്റെ വാല്യൂ ഓരോന്നിനും നമുക്കറിയാം. സിമ്പിൾ ക്യൂബിന്റെ കേസ് 1 ആണ്, ബോഡി സെന്റർഡ് കേസിൽ 2 ആണ്, FCCന്റെ കേസിൽ 4 ആണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്, ശരിയല്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾ ഡെൻസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്ട്രക്ചർ നമുക്ക് തന്നു, അറ്റോമിക് വെയിറ്റ് തന്നു, അറ്റോമിക് റേഡിയസ് തന്നു. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്താണ് എഡ്ജ് ലെങ്ത് തന്നെ തരും, എന്റെ വാല്യൂ തരും, ലാറ്റിസ് പാരാമീറ്റർ തന്നെ തരും. ലാറ്റിസ് പാരാമീറ്റർ ആണ് എയും, ആംഗിളൊക്കെ, ആംഗിളും ആ ലെങ്ത്തും ആണ് ലാറ്റിസ് പാരാമീറ്റർ. നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ലാറ്റിസ് പാരാമീറ്റർ ഈസ് എ, എഡ്ജ് ലെങ്ത്. ഡയറക്ട്ലി എഡ്ജ് ലെങ്ത് തരാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് 8.75 gram/cm³. ഇതെല്ലാവരും ചെയ്യണം. ഞാനിത് ചോദിക്കും, ഇത് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടി വരും. പ്രത്യുഷ് ചെയ്തിട്ടുണ്ടോ? പ്രത്യുഷ്? യെസ് സർ. ഓക്കെ, ശ്രീരാഗ് വിജയൻ, വിഷ്ണു AP ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. So next ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ of the metal having a lattice parameter of 2.88 angstrom and a density of 7.87 gram/cm³. Atomic weight equal to 55.85. Atomic weight equal to 55.85 gram/mole. ഇതൊന്നും ചെയ്ത് നോക്കിയേ, എത്രയാണെന്ന് ചെയ്ത് നോക്കിയൊന്ന്. ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ക്വസ്റ്റ്യൻ എഴുതിയില്ല എല്ലാവരും? ഇവിടെ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ദാറ്റ് മീൻസ് number of atoms per unit cell, n is equal to what? And metal having a lattice parameter. So lattice parameter A is given. A is equal to 2.88 angstrom. That means
that is equal to 2.88 into angstrom value up to meter convert 10 raised to the power of minus 10, that much meter. So we need the unit in centimeters, so we can convert it to 2.88 into 10 raised to minus 8 centimeter. Okay, so and a value good. So also given the density rho equal to 7.87 gram per centimeter cube. Also given the atomic weight, which is equal to 55.85. Okay, that much gram per mole. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. Already we know that Avogadro number n or n suffix a is equal to 6.023 into 10 raised to 23. Okay, that much 23, that much atoms per mole ആണ്. ഇനി നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയ ഇക്വേഷനിൽ നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? റോ ഈക്വൽ ടു n into a by vc into na. ഓക്കെ, നമുക്ക് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? that one implies n equal to rho into vc into na divided by അല്ലേ? ഡെൻസിറ്റി വാല്യൂ നമുക്കറിയാം 7.87 into vc means volume of the unit cell, that is a cube into na is Avogadro number 6.023 into 10 to the power of 23 divided by atomic weight is given as 55.85. ഇവിടെ എൻ്റെ വാല്യൂ എത്രയാണ്? എൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്. എ ക്യൂബിൻ്റെ വാല്യൂ നമുക്ക് അവിടെ എഴുതാം. എത്രയാണ് എ ക്യൂബ്? The value of a is given as 2.88 into 10 raised to minus 8. So that into 2.88 into 10 raised to minus 8 the whole cube into 6.023. ഇവിടെ 10 raised to 23 ആണ് വരുന്നത്. ഇവിടെ ഇത് raised to 3 വരുമ്പോൾ 10 raised to minus 24 വരും. അവിടെ 10 raised to minus 1 എക്സ്ട്രാ വരും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വാല്യൂ എത്ര കിട്ടും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. എത്ര വരുന്നുണ്ട്? 2.04 എന്ന് വരും അല്ലേ? സോ എന്നിന്റെ വാല്യൂ എന്താണ്? n എന്ന് വെച്ചാൽ എന്താണ്? n is the number of atoms. 2.04 എന്നുള്ളൊരു ആറ്റം വരില്ലല്ലോ. നമുക്കത് അപ്രോക്സിമേറ്റ് എത്ര എടുക്കാം? 2 എന്ന് എടുക്കാം. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ ആൻസർ കിട്ടുന്നത് 2.0 സംതിങ് കിട്ടും. 3 or 4 അല്ലേ? ചിലപ്പോൾ 3 കിട്ടില്ല, 4. ദാറ്റ് മീൻസ് ഇറ്റ് ഇംപ്ലൈസ് that it is having 2 atoms. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചത്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ്. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. സോ ദർ ആർ 2 atoms per unit cell. 2 atoms per unit cell ആണെങ്കിൽ ഏത് ടൈപ്പ് ക്രിസ്റ്റൽ ആയിരിക്കും അത്? അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്തായിരിക്കും? ഏത് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക 2 atoms per unit cell ആണെങ്കിൽ? ബോഡി സെന്റേർഡ് അല്ലേ? സോ BCC സ്ട്രക്ചർ ആയിരിക്കും അതിനുണ്ടാവില്ല. അത് ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാറ്റിസ് പാരാമീറ്ററിന്റെ വാല്യൂ need to convert into in centimeters. It will be given in angstrom. We know that 1 angstrom is equal to 10 raised to minus 10 meters. So while raised to minus 8 centimeter.
അതുപോലെ തന്നെ ഇവിടെ ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. ദെൻ അവഗാഡ്രോ നമ്പർ 6.023 into 10⁻23. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അതിൽ ലാസ്റ്റ് ഒന്ന് എഴുതിയ മെറ്റൽ ഹാവിങ് എ ക്യൂബിക് സ്ട്രക്ചർ. മെറ്റൽ ഹാവിങ് എ ക്യൂബിക് സ്ട്രക്ചർ. ഇവിടെ നോക്കിയുടെ ക്യൂബിക് സ്ട്രക്ചർ ആണ് പറയുന്നുണ്ട്. ആസ് എ ഡെൻസിറ്റി ഓഫ് 2.6 gram per centimeter cube ആണ് കേട്ടോ. അത് gram per centimeter cube ആണ്. A metal having cubic structure has a density of 2.6 gram per centimeter cube, atomic weight of 87.62 gram per mole, and a lattice parameter of 6.0849 angstrom. One atom is associated with, determine the crystal. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? To determine the crystal structure of the metal. ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. സർ ക്വസ്റ്റ്യൻ ഒന്നും കൂടി കാണിക്കും. ഓക്കെ. A metal having cubic structure has a density of 2.6 gram per centimeter cube. 2.6 gram per centimeter cube. The 2.6 gram per centimeter cube. Atomic weight of 87.62 gram per mole, and a lattice parameter of 6.0849 angstrom. One atom is associated with each lattice point. എന്നുവെച്ചാൽ എല്ലാ കോർണറിലും ഓരോ ആറ്റം ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ ലാറ്റിസ് പോയിന്റ്സിലും ഓരോ ആറ്റംസ് ഉണ്ട്. Determine the crystal structure of the metal. ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും. ഓക്കെ, അത് നാളത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്ന് അത് വർക്കൗട്ട് ചെയ്തിട്ട് വരിക. ഇപ്പൊ അറ്റൻഡൻസ് എന്ന് പറഞ്ഞ എല്ലാവരും. ആകാശ് കെ എം. ആകാശ് കെ എം. Present, sir. അഖിലം. Present, sir. അമിത് കെ. Present, sir. അനിരു സുരേഷ്. Present, sir. മുഹമ്മദ് ലാദിൻ. Present, sir. കാർത്തിക് കോത്തേരി. ആരാ? അനിൽ സുരേഷിന്റെ കാർത്തിക് അല്ലേ? അല്ല, കാർത്തികിന്റെ മുഹമ്മദ് ലാദിൻ വിളിച്ചല്ലോ. പിന്നെ ആരാണ്? ഷഹസാദ്. മുഹമ്മദ് ഷഹസാദ്. മുക്താസിം പി കെ ഉണ്ടല്ലോ. മുഹമ്മദ് അസഫ്. ഓക്കെ, അസഫ് ഉണ്ട്. ഓക്കെ, മുഹമ്മദ് ഫർദീൻ. മുഹമ്മദ് ഫത്തേ. സമാ. സിയാൻ. നിഷാദ് കെ. നിവേദ് കുമാർ. സതീഷ്. രാഹുൽ രാജീവ്. തരുൺ രാജീവ്. സൗരാഗ്. സൗരവ് ശ്രീജിത്ത്. ഉണ്ടോ? ഇല്ല. ശ്രീരാഗ് വിജയൻ. വിഷ്ണു എ പി. വിഷ്ണു എൻ. ഇല്ല. ധർമ്മേഷ് ഇല്ല.
അപ്പോൾ ഇത് നാളത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും വരുമ്പോൾ കാൽക്കുലേറ്ററും ബുക്കും അല്ലെങ്കിൽ പേപ്പറും നിങ്ങൾ പെൻസിലും പെന്നും ഒക്കെ വേണം. ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ വേണ്ടി പറയും, ചെയ്തത് കാണിക്കാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. ബാക്കി നാളത്തെ ക്ലാസ് കാണാം.